നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ അമ്മ പ്രേമകുമാരി 12 വർഷങ്ങൾക്ക് ശേഷം കണ്ടു. കൂടിക്കാഴ്ച വളരെ വികാരനിർഭരമായിരുന്നുവെന്ന് കണ്ടുനിന്നവർ പറയുകയുണ്ടായി. മകളെ കണ്ടുവെന്നും അവൾ മമ്മി എന്ന് വിളിച്ച് ഓടിവന്ന് കെട്ടിപ്പിടിച്ചുവെന്നും നിമിഷപ്രിയയുടെ അമ്മ പറഞ്ഞു. മകളുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ഇതാദ്യമായിട്ടാണ് നിമിഷപ്രിയയെ അമ്മ കാണുന്നത്. ഇനി ഒരിക്കലും മകളെ കാണാൻ കഴിയില്ല എന്നാണ് കരുതിയത്. ഞാൻ കരഞ്ഞപ്പോൾ മമ്മി കരയരുതെന്ന് അവൾ പറഞ്ഞു. ഉച്ചഭക്ഷണം കൊണ്ടുവന്നപ്പോൾ പരസ്പരം വിളമ്പിക്കഴിച്ചെന്നും സഹതടപ്പുകാരെയും ജയിൽ ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടുത്തിയെന്നും പ്രേമകുമാരിയുടെ വാക്കുകൾ. അധികൃതരുടെ കൃപയാൽ മകൾ സുഖമായിരിക്കുന്നുവെന്നും യമൻ രാജ്യത്തിന് നന്ദി അറിയിക്കുന്നുവെന്നും അവർ പറയുകയുണ്ടായി. 2017 യമൻ പൗരൻ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. തൊടുപുഴ സ്വദേശി ടോമിയാണ് നിമിഷപ്രിയ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം 2012 യമനിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ വെച്ചാണ് തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുന്നതും രണ്ടുപേരുടെയും പങ്കാളിത്തത്തോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും. ബിസിനസ്സിനായി തന്റെ സമ്പാദ്യമെല്ലാം ഇയാൾക്ക് നിമിഷ കൈമാറുകയും ചെയ്തു. തുടർന്ന് നിമിഷ തന്റെ ഭാര്യയാണെന്ന് മഹദി പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി തന്റെ മതാചാരപ്രകാരം വിവാഹം നടത്തി. പാസ്പോർട്ട് തട്ടിയെടുത്തു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയപ്പോൾ അബ്ദുൾ മഹദി നിമിഷപ്രിയയെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. തന്റെ ജീവൻ അപകടത്തിലാവുമെന്ന ഘട്ടത്തിലാണ് മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നായിരുന്നു നിമിഷപ്രിയ നൽകിയ മൊഴി. 2017 ജൂലൈ 25 മഹദിയെ കൊലപ്പെടുത്തി മൃതദേഹം വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്ന കേസിലാണ് നിമിഷയെ യമൻ അധികൃതർ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം മഹദിയെ അമിത അളവിൽ മരുന്ന് കുത്തിവെച്ച് മരണത്തിന് ഇടയാക്കുകയായിരുന്നു. ഇതിന് സഹായിച്ച നേഴ്സ് ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന തമിഴ്നാട് സ്വദേശി യമനിൽ ജോലി ചെയ്യുന്ന സാമുവൽ ജെറോമിനും ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാർക്കുമൊപ്പമായിരുന്നു നിമിഷയുടെ അമ്മ പ്രേമകുമാരി സനയിലെ ജയിലിലെത്തിയതും മകളെ കണ്ടതും. യമൻ പൗരന്റെ ഗോത്രവുമായി നിമിഷയുടെ മോചനത്തിനായി ചർച്ചകൾ നടത്തി അയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കും.